നമസ്കാരം. കൊയിലാണ്ടിയിൽ CPM സെൻട്രൽ ലോക്കൽ സെക്രട്ടറി PV സത്യനാഥിനെ കൊലപ്പെടുത്തിയത് വ്യക്തിവൈരാഗ്യം കൊണ്ടാണെന്ന് പ്രതി അഭിലാഷ്. തനിക്കെതിരെ നേരത്തെ ഉണ്ടായ പല അക്രമ സംഭവങ്ങളും പാർട്ടി ചെറുത്തില്ലെന്നും സംരക്ഷിച്ചില്ലെന്നും ഇതിന്റെ വൈരാഗ്യത്തിലാണ് ലോക്കൽ സെക്രട്ടറിയെ ആക്രമിച്ചതെന്നും പ്രതി പോലീസിന് മൊഴി നൽകി. CPM മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് അഭിലാഷ്. സത്യനാഥിനെ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയിട്ടുണ്ട്. കൃത്യം നടന്ന സ്ഥലത്തിന് അടുത്ത് നിന്നാണ് കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തിയത്. പ്രതി CPM മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം അഭിലാഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതേസമയം സത്യനാഥന്റെ കൊലപാതകം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപവൽക്കരിച്ചു. വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 14 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. പേരാമ്പ്ര, താമരശ്ശേരി ഡിവൈഎസ്പിമാരും അന്വേഷണ സംഘത്തിലുണ്ട്. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയാണ് സത്യനാഥിന് വെട്ടേറ്റത്. പെരുവട്ടൂർ മൂത്താമ്പി ചെറിയപുറം പരദേവത പേരില്ലാത്തോൻ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ഗാനമേളയ്ക്കിടയിലായിരുന്നു സംഭവത്തിൽ പ്രതിയായ പെരുവട്ടൂർ പുറത്തോൻ അഭിലാഷ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിരുന്നു. പ്രതി അഭിലാഷ് CPM പ്രവർത്തകനാണെന്ന വാർത്തകൾ തള്ളി പാർട്ടി നേരത്തെ രംഗത്തെത്തിയിരുന്നു. കൊലപാതക CPM പ്രവർത്തകനാണെന്ന രീതിയിൽ ചില മാധ്യമങ്ങളിൽ വാർത്ത നൽകിയതായി ശ്രദ്ധയിൽപ്പെട്ടതായും പാർട്ടിയെ കരിവാരിത്തേക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇതിന് പിന്നിലുള്ളതെന്നും CPM ഏരിയ കമ്മിറ്റി വെള്ളിയാഴ്ച പ്രസ്താവനയിൽ വിശദീകരിച്ചു. കൊല ചെയ്ത പെരുവട്ടൂർ പുറത്തോൻ അഭിലാഷ് CPM പ്രവർത്തകനല്ല. 8 വർഷങ്ങൾക്ക് മുൻപ് CPM പ്രവർത്തകനായിരുന്നു. അക്കാലത്ത് നഗരസഭയുടെ ഭാരവാഹികളുടെ ഡ്രൈവറായി കുറച്ചുകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് പ്രദേശത്തെ പല പ്രശ്നങ്ങളിലും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നുവെന്നും CPM പ്രസ്താവനയിൽ പറഞ്ഞു. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ക്ഷേത്രത്തിൽ വെച്ച് സത്യനാഥിനെ ക്രൂരമായി കൊല ചെയ്തത്. കൊലപാതകത്തിൽ CPM ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ജാഗരൂകരാകണമെന്നും ഏരിയ സെക്രട്ടറി TK ചന്ദ്രൻ ആവശ്യപ്പെട്ടു. സത്യനാഥിന്റെ മൃതദേഹം വിലാപയാത്രയായി കൊയിലാണ്ടിയിൽ എത്തിച്ചു. നിരവധി പേരുടെ അകമ്പടിയോടെ വൈകിട്ട് 3:30-ക്കാണ് വിലാപയാത്ര കൊയിലാണ്ടിയിൽ എത്തിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള CPM കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ മൃതദേഹം പൊതുദർശനത്തിനും വെച്ചു. CPM ഉന്നത നേതാക്കൾ ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് സത്യനാഥിന് അന്തിമോപചാരം അർപ്പിക്കാൻ കൊയിലാണ്ടിയിലെത്തിയത്. കോഴിക്കോട് കൊയിലാണ്ടിൽ ക്ഷേത്രമുറ്റത്ത് വെച്ചാണ് ലോക്കൽ സെക്രട്ടറി കുത്തേറ്റ് കൊല്ലപ്പെട്ടത്. 3 വലിയ മുറിവുകളാണ് സത്യനാഥിന്റെ ശരീരത്തിലുള്ളത്. കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. ഇന്നലെ രാത്രി 10 മണിയോടെ ചെറിയപുറം പരദേവത ക്ഷേത്രമുറ്റത്താണ് അരുംകൊല അരങ്ങേറിയത്. ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഗാനമേള നടക്കുന്നതിനിടയിലായിരുന്നു ഈ ദാരുണ സംഭവം. ഉത്സവത്തിനെത്തിയ ഭക്തജനങ്ങളും ഗാനമേള കേൾക്കാനെത്തിയ നാട്ടുകാരും അടക്കം 100 കണക്കിന് ആളുകൾ ക്ഷേത്ര പരിസരത്ത് തിങ്ങി നിറഞ്ഞു നിൽക്കവെയായിരുന്നു ക്ഷേത്ര ഓഫീസിന് മുന്നിൽ CCTV ക്യാമറകൾക്ക് തൊട്ട് താഴെ വെച്ചുള്ള കൊലപാതകം. അതേസമയം സത്യനാഥന്റെ കൊലപാതകത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ആവശ്യപ്പെട്ടു. കുറ്റക്കാരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പ്രതികൾക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. വളരെ ആകസ്മികമായി ഉണ്ടായ കൊലപാതകമാണിത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ശക്തികൾ പുറത്തു കൊണ്ടുവരാൻ കഴിയണം. സത്യനാഥനെ ആക്രമിച്ച അഭിലാഷ് പാർട്ടി മെമ്പറായിരുന്നു. പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തെറ്റായ പ്രവർത്തനങ്ങൾക്ക് വിധേയനായപ്പോൾ പാർട്ടി ഇയാളെ പുറത്താക്കിയതാണ്. പിന്നീട് ഗൾഫിൽ പോയി തിരിച്ചു വന്ന ശേഷം ഇയാൾ തെറ്റായ നിലപാടുകളാണ് സ്വീകരിച്ചത്. നിലവിൽ അഭിലാഷിന് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. വ്യക്തിപരമായി ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് പോലീസ് പറയുന്നത്. സത്യനാഥിനെതിരെ വലിയ പക ഇയാൾ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നുവെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു.